എഡിറ്റോറിയൽ. അടൂർ പ്രകാശ്, പ്രായം 70. 1996 മുതൽ 23 വർഷം കോന്നിയിൽ നിന്നുള്ള കേരള നിയമസഭാ അംഗമാണ്. കേരളത്തിന്റെ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ആരോഗ്യ, റവന്യൂ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു പല കാലയളവിൽ. നിലവിൽ ആറ്റിങ്ങലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. UDF മുന്നണിയുടെ കൺവീനറാണ്. ഇതിനൊക്കെ പുറമെ അഭിഭാഷകനാണ്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അല്പം പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാകും. ഇന്ന് ഈ മനുഷ്യൻ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട 2 കേസുകളിൽ പ്രതികരിച്ചതാണ് നമ്മൾ ഈ കണ്ടതും കേട്ടതും. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധി, വേട്ടക്കാരന്റെ നീതിയെക്കുറിച്ച് വാചാലനാകുന്ന ജനപ്രതിനിധി, അതിജീവിതയെക്കുറിച്ച് സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ജനപ്രതിനിധി. PT തോമസ് എന്ന മനുഷ്യനെയെങ്കിലും അടൂർ പ്രകാശ് ഓർക്കണമായിരുന്നു. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയാൻ മത്സരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ സംഘടനാപരമായി ഒരു നിലപാടും വ്യക്തിപരമായി മറ്റൊരു നിലപാടുമുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, അടൂർ പ്രകാശാണ് കേരളത്തിന്റെ നിയമമന്ത്രിയെങ്കിൽ, ഒരു സ്ത്രീ എങ്ങനെ, എന്ത് വിശ്വസിച്ച് സർക്കാരിനെ സമീപിക്കും? എന്തുറപ്പാണ് പരാതി AI അല്ല എന്ന് നിങ്ങൾ പറയില്ലെന്ന്? എന്തുറപ്പാണ് പരാതി പറഞ്ഞവർക്കെതിരെ നിങ്ങൾ കേസെടുക്കില്ല എന്ന്? ഇതെല്ലാം മാറ്റിവെക്കും. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ലേ? എന്തിനാണ് പാർട്ടിയെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്നത്? സ്ത്രീകളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് രാവിലെ 9:45 നിങ്ങളുടെ ഈ പ്രതികരണം കേട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോയ സ്ത്രീകളുടെ മനസ്സിൽ എന്തായിരിക്കും? വോട്ടെടുപ്പ് ദിനത്തിൽ നടത്തിയ ഈ തുറന്നു പറച്ചിൽ ഒരു കണക്കിന് നന്നായി. നിങ്ങളുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം മനസ്സിലാക്കാൻ വോട്ടർമാർക്ക് കഴിഞ്ഞു. ഒന്നേ പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പിൽ തോൽക്കാത്ത നേതാവായിട്ട് കാര്യമില്ല. ഇന്ന് വല്ലാത്ത തോൽവിയാണ് അടൂർ പ്രകാശ് എന്ന നേതാവ്.